തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ചിത്രമാണ് കണ്ണപ്പ. ഒരു ബിഗ് ബജറ്റ് പീരീഡ് ഫാന്റസി ചിത്രമായി ഒരുങ്ങുന്ന സിനിമയിൽ മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും ഉൾപ്പെടെ വലിയ താരനിര തന്നെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബജറ്റ് പീരീഡ് ഫാന്റസി ചിത്രത്തിന്റെ റൺ ടൈമും കഥാപാത്രങ്ങളുടെ സ്ക്രീൻ ടൈമും ചർച്ചയാവുകയാണ്. കൂടാതെ വമ്പൻ ഒരു ഇഷ്യൂവും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. 3 മണിക്കൂറും 10 മിനിറ്റുമായിരിക്കും സിനിമയുടെ റൺ ടൈം എന്നാണ് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. സിനിമയുടെ രണ്ടാം പകുതിയിലായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം പ്രത്യക്ഷപ്പെടുക. 15 മിനിറ്റ് മാത്രമായിരിക്കും ഈ കഥാപാത്രത്തിന്റെ സ്ക്രീൻ ടൈം എന്നും റിപ്പോർട്ടിലുണ്ട്. ചിത്രത്തിൽ പ്രഭാസ് 30 മിനിറ്റ് ദൈർഘ്യമുള്ള വേഷമായിരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ കഥാപാത്രവും സിനിമയുടെ രണ്ടാം പകുതിയിലായിരിക്കും വരിക. 12 മിനിറ്റ് സമയമാണ് സിനിമയിലെ അക്ഷയ് കുമാറിന്റെ സ്ക്രീൻ ടൈം എന്നും സൂചനയുണ്ട്. മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും ഒക്കെ ഒരുമിച്ചെത്തുമോ എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ പോലും ചോദിക്കുന്നത്. എന്നിരുന്നാലും കണ്ണപ്പ എന്ന ചിത്രം ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള സിനിമയും കൂടിയല്ല. കാരണം ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രസൻസ് ഒന്നും അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടുമില്ല. സിനിമ ഒരു സീരിയൽ ടൈപ്പ് സിനിമയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു അഭിപ്രായം കേരളത്തിൽ മുഴുവനും പ്രേക്ഷകർ പറഞ്ഞെത്തിയത്. അപ്പോഴാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സിനിമയുടെ സുപ്രധാന സീനുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മോഷണം പോയിരിക്കുന്നു എന്നത്. മുംബൈയിൽ നിന്നും സിനിമയുടെ VFX അടങ്ങിയ ഹാർഡ് ഡ്രൈവ് ഫിലിം നഗറിലെ 24 ഫ്രെയിംസ് ഫാക്ടറിയിലേക്ക് കൊറിയർ വഴി അയച്ചിരുന്നു. ഈ ഹാർഡ് ഡ്രൈവ് ഓഫീസ് പോയി കൈപ്പറ്റിയതായും പിന്നീട് ചരിത എന്ന യുവതിക്ക് കൈമാറിയതായുമാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിനിമയുടെ നിർമ്മാതാവ് ഫിലിം നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ സിനിമയിലെ പ്രഭാസിന്റെ ലുക്കും ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുന്നേ ചോർന്നിരുന്നു. ഇതും സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാണ് ചോർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഇത് കേട്ടപ്പോൾ മോഹൻലാൽ ആരാധകർക്ക് വലിയ സന്തോഷമാണ് നൽകിയതെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് കയറിയാൽ കാണാവുന്നതാണ്. കാരണം മോഹൻലാൽ ആരാധകർ ഇങ്ങനെയൊരു സിനിമയോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അവർ വലിയ സങ്കടങ്ങളൊന്നും കാണിക്കാതെ ഹാപ്പിയായി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇഷ്യൂ വലുതാണെന്നാണ് പലരും പറയുന്നത്. കണ്ണപ്പ സിനിമയുടെ VFX സീനുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കാണാതായ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ചിലർക്ക് ഇത് തമാശയും മീമുകൾക്കുള്ള മെറ്റീരിയലുമാണ്. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൗരവമേറിയ യാഥാർത്ഥ്യമുണ്ട്. VFX മേഖലയിൽ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും അൺറിയലിസ്റ്റിക് ഡെഡ് ലൈനും ആണിത്. സ്ക്രീനിൽ ദൃശ്യവിസ്മയം കാണിക്കുന്നതിനായി എത്രയോ ആർട്ടിസ്റ്റുകൾ രാപ്പകലില്ലാതെ കഠിനമായി ജോലി ചെയ്യുന്നു. ഓരോ സീനിനും പിന്നിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ നീളുന്ന ക്രഞ്ച് ടൈം, ഉറക്കക്കുറവ് തുടങ്ങിയവ പതിവാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ശമ്പളം, അംഗീകാരം ഇതൊക്കെ കിട്ടിയാൽ കിട്ടി എന്നതാണ് പലയിടത്തെയും അവസ്ഥ. സിനിമയിലുള്ള യുവാക്കളുടെ പാഷനെ ചൂഷണം ചെയ്യുന്ന നിലപാടുകളാണ് പലയിടത്തും. ബിസിനസ് ലാഭത്തിന് വേണ്ടി സ്റ്റുഡിയോയും മേധാവികൾ അസാധ്യമായ ഡിസൈനുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന്റെ ഭാരം മുഴുവൻ ആർട്ടിസ്റ്റുകളുടെ തലയിൽ വീഴുകയാണ്. ഇത്തരം പ്രവർത്തന സാഹചര്യങ്ങൾ ആത്മസംയമനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും ആർട്ടിസ്റ്റുകളെ തള്ളിവിടുന്നു. അവർ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു VFX ആർട്ടിസ്റ്റ് വോൾവറിൻ സിനിമയുടെ പൂർണ്ണമല്ലാത്ത VFX വെർഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. മരക്കാരന്റെ റിലീസിന് മുൻപും ഇതുപോലൊന്നുണ്ടായതായി ഓർക്കുന്നു. കണ്ണപ്പയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവത്തിൽ ആര് ചെയ്താലും അവർ കുറ്റക്കാരനാണ്, സംശയമില്ല. പക്ഷേ ഈ അവസ്ഥ മാറിയില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. സിനിമയ്ക്ക് അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ആശയങ്ങളും സൃഷ്ടിക്കുന്നത് സോഫ്റ്റ്വെയറുകളും കമ്പ്യൂട്ടറുകളും മാത്രമല്ല, കലാകാരന്റെ മനസ്സും ബുദ്ധിയും കഠിനാധ്വാനവും കൂടിയാണ്. സിനിമയുടെ നിർമ്മാതാക്കൾക്കും അണിയറക്കാർക്കും VFX സ്റ്റുഡിയോകളിലെ കലാകാരന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. എങ്കിലും സന്തോഷകരമായ, കുറഞ്ഞത് അധികം സമ്മർദ്ദമില്ലാത്ത ഒരു ജോലി സാഹചര്യം ഉറപ്പുവരുത്തേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നു. VFX ആർട്ടിസ്റ്റുകൾക്ക് മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും സമയം പാലിച്ചിട്ടുള്ള ഡെഡ് ലൈനുകളും മാനസികാരോഗ്യ സംരക്ഷണവും നൽകുന്നത് തിയേറ്ററിൽ കാണുന്ന ദൃശ്യശില്പങ്ങളെ പോലെ തന്നെ പ്രധാനമാണ്. മനസ്സിന്റെ ചിറക് കൊണ്ട് പറക്കുന്ന ഈ മേഖല അതിനെ താങ്ങുന്ന ശരീരങ്ങളെ അവഗണിക്കരുത് എന്നും ചില വ്യക്തികൾ ഈ സമയത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട്.